ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ നമുക്ക് ജീവിപ്പാൻ തക്കവണ്ണം നമ്മെ അനുഗ്രഹിച്ച നമ്മുടെ സൃഷ്ടാവിന് ആദ്യമേ നന്ദി കരയറ്റുന്നു. ക്രിസ്തുയേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതം ഇപ്പോൾ കടുത്ത നിരാശയുടെയോ വിഷാദത്തിൻ്റെയോ അല്ലെങ്കിൽ ഏകാന്തതയുടെയോ ഒരു വലിയ ഇരുട്ടിലൂടെയാണോ കടന്നു പോകുന്നത്? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. നാളെയെക്കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാതെ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നറിയാതെ നമ്മൾ പകച്ചു നിൽക്കുകയാണോ? എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ ഇരുളടഞ്ഞ എല്ലാ കോണുകളിലേക്കും വലിയൊരു വെളിച്ചം തരുന്ന ഒരു ദൈവവചനമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. അപ്പോസ്തലനായ യോഹന്നാൻ 8:12. AD 85-95 ഇടയിൽ അപ്പോസ്തലനായ യോഹന്നാൻ എഴുതിയതാണ് ഈ സുവിശേഷം. തൻ്റെ എഴുത്തുകളിലൂടെ നീളം വെളിച്ചവും ഇരുട്ടും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് സംസാരിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്ന യോഹന്നാൻ യേശുക്രിസ്തു തൻ്റെ ഏറ്റവും വലിയൊരു സ്വയം വെളിപ്പെടുത്തൽ നടത്തുന്ന പശ്ചാത്തലമാണിത്. വചനം ഇപ്രകാരം പറയുന്നു: ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകും. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവന്റെ വെളിച്ചമുള്ളവൻ ആകും. യെരുശലേം ദേവാലയത്തിൽ വെച്ച് യഹൂദന്മാരുടെ വലിയ ആഘോഷമായ കൂടാരപ്പെരുന്നാൾ നടക്കുന്ന സമയത്താണ് യേശു ഈ വാക്കുകൾ സംസാരിക്കുന്നത്. ഈ പെരുന്നാളിന്റെ ഭാഗമായി ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിൽ അഗ്നിസ്തംഭമായി വഴി നടത്തിയ ദൈവത്തെ സ്മരിച്ചുകൊണ്ട് ദൈവാലയമുറ്റത്ത് വലിയ വിളക്കുകൾ കത്തിച്ചു വയ്ക്കുമായിരുന്നു. ആ വിളക്കുകളുടെ വെളിച്ചം യെരുശലേം നഗരത്തെ മുഴുവൻ പ്രകാശിപ്പിച്ചിരുന്നു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ പരീശന്മാരുടെ കല്ലേറിൽ നിന്ന് യേശു മോചിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ ആ ഉത്സവത്തിന്റെ വിളക്കുകൾ അണയുന്ന സമയത്താണ് യേശു എഴുന്നേറ്റ് നിന്ന് ഈ വലിയ സത്യം പ്രഖ്യാപിക്കുന്നത്. ഇവിടെ യേശു പറയുകയാണ്, ആഘോഷങ്ങളുടെ ഈ താൽക്കാലിക വിളക്കുകൾ അടഞ്ഞു പോകും, എന്നാൽ ഞാൻ ഈ ലോകത്തിന്റെ എന്നേക്കുമുള്ള വെളിച്ചമാണ്. ഇരുട്ട് മനുഷ്യന് ഭയപ്പെടുത്തുന്ന ഒന്നാണ്. വഴി കാണാനാകാത്തപ്പോൾ ആശയക്കുഴപ്പമുണ്ടാകും, ദിശയില്ലാത്തപ്പോൾ ഭയമുണ്ടാകും. ജീവിതത്തിലും ഇതുപോലെ ചില ഇരുണ്ട സമയങ്ങൾ ഉണ്ടാകാറുണ്ട്. ജോലി നഷ്ടപ്പെടാം, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരാം, ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാം, കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ചിലപ്പോൾ ഭാവിയെക്കുറിച്ച് പോലും വ്യക്തതയില്ലാതെ വരുന്ന സമയങ്ങളുണ്ട്. അത്തരം സമയത്താണ് യേശു പറയുന്നത്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാണ്. വെളിച്ചത്തിന്റെ ജോലി എന്താ? വഴി കാണിക്കുക, അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുക, ദിശ നൽകുക, പ്രത്യാശ നൽകുക. ഒരു ചെറിയ വിളക്ക് പോലും വലിയ ഇരുട്ടിന് മാറ്റാൻ കഴിയും. അതുപോലെ ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഭയം കുറഞ്ഞു തുടങ്ങും. നമുക്ക് വ്യക്തത ലഭിക്കും, ധൈര്യം ലഭിക്കും, പ്രത്യാശ ലഭിക്കും. ശാസ്ത്രീയമായി ചിന്തിച്ചാൽ ഇരുട്ട് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ശക്തിയല്ല, മറിച്ച് വെളിച്ചത്തിന്റെ അഭാവം മാത്രമാണ്. ഒരു ഇരുണ്ട മുറിയിലേക്ക് വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് തനിയെ മാറിപ്പോകുന്നു. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ കടന്നുകൂടിയിരിക്കുന്ന നിരാശയുടെയും പാപത്തിൻ്റെയും ഇരുട്ടിനെ മാറ്റാൻ നമ്മൾ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വെളിച്ചമായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുക എന്നത് മാത്രമാണ്. വചനം വ്യക്തമാക്കുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല. വഴിതെറ്റി വീഴാതെ ജീവിതത്തിൽ കൃത്യമായ ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ആ ദൈവിക വെളിച്ചത്തിന് നമ്മെ സഹായിക്കാൻ കഴിയും. ഈ വചനത്തിൽ യേശു പറയുന്നത് വെളിച്ചത്തെക്കുറിച്ച് മാത്രമല്ല, അവനെ അനുഗമിക്കുന്നവരെ കുറിച്ചുമാണ്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കുകയില്ല. അതായത് വെളിച്ചം കാണുന്നത് മാത്രം പോരാ, അതിനെ പിന്തുടരുകയും വേണം. ജീവിതത്തിൽ നല്ല തീരുമാനങ്ങൾ എടുക്കാൻ ദൈവത്തിന്റെ ജ്ഞാനം അന്വേഷിക്കണം, പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കണം, ദൈവവചനം വായിക്കണം, സത്യസന്ധമായി ജീവിക്കണം. അപ്പോൾ ദൈവം നമ്മെ നയിക്കും. കർത്താവിൽ പ്രിയ സഹോദരി സഹോദര, ഇന്ന് നിങ്ങൾ ഇരുണ്ട സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത്? പ്രതീക്ഷ ഒക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണോ? നിങ്ങളുടെ ഭാവി ഒരു വ്യക്തതമില്ലാത്തതാണോ? അങ്ങനെയാണെങ്കിൽ ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. കാരണം യേശു പറയുന്നത്, ഇരുട്ടിനെ നോക്കരുത്, വെളിച്ചത്തെ പിന്തുടരൂ. ദൈവം നമ്മുടെ വഴിയെ അറിയുന്നു, നമ്മൾ കാണാത്ത ഭാവിയും അവൻ കാണുന്നു. നിങ്ങൾക്ക് മനസ്സിലാകാത്ത സാഹചര്യങ്ങളും അവൻ മനസ്സിലാക്കുന്നു.
അതിനാൽ ഭയപ്പെടരുത്, നിരാശപ്പെടരുത്. ദൈവത്തിൻ്റെ വെളിച്ചം നമ്മെ നയിക്കും. യോഹന്നാൻ 8:12 ഈ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു വലിയ സത്യമാണ്. വെളിച്ചമുണ്ടെങ്കിൽ വഴിയുണ്ടാകും. യേശു ഉണ്ടെങ്കിൽ പ്രത്യാശ ഉണ്ടാകും. യേശു ഉണ്ടെങ്കിൽ ഭാവി ഉണ്ടാകും. അതിനാൽ വിശ്വാസത്തോടെ മുന്നോട്ട് നടക്കാം, ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ജീവിക്കാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും സമാധാനത്താലും പ്രത്യാശയാലും അനുഗ്രഹത്താലും നമ്മുടെ ജീവിതം നിറയും. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശു സ്വർഗ്ഗീയ പിതാവേ, നീ നൽകിയ ഈ വചനത്തെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അഗാപ്പൻ ബ്ലെസ്സിങ്ങിലൂടെ ശ്രവിക്കുന്ന ഈ വചനം ശ്രവിക്കുന്ന എല്ലാവരെയും, ഈ വചനം ഷെയർ ചെയ്യുന്ന എല്ലാവരെയും ഈ സുപ്രഭാതത്തിൽ നിന്റെ ചിറകിൻ മറവിൽ അവരെ നീ മറച്ചുകൊള്ളണമേ. നീ അവരെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. അവരുടെ ഓരോ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും പദ്ധതികളെയും അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവേ, ശിഷ്ട ജീവിതത്തിൽ നീ വെളിച്ചമായി ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളുടെ ഓരോ വഴികളെയും നീ കാണിച്ചു തരണമേ. ഞങ്ങൾ പ്രത്യാശയില്ലാത്തവരായി പോകുന്നു. പലപ്പോഴും ഞങ്ങൾ സംശയിച്ചു പോകുന്നു. ജീവിതം എങ്ങോട്ട് പോകുമെന്നറിയില്ല, ഞങ്ങളുടെ ഭാവി എങ്ങോട്ട് പോകുമെന്നറിയില്ല, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എങ്ങനെ എന്ന് അറിയില്ല. വിഷമിച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഭാവി ജീവിതം ഞങ്ങൾക്കറിയില്ല. വഴിമുട്ടി നിൽക്കുകയാണ്. സാമ്പത്തികമായി തകർന്നു നിൽക്കുകയാണ്. ജോലിയൊന്നുമില്ലാതെ തകർന്നിരിക്കുകയാണ്. രോഗങ്ങളാൽ ഭാരപ്പെട്ടിരിക്കുകയാണ്. ഒരു പോംവഴിയും ഞങ്ങളുടെ മുന്നിൽ ഇല്ല കർത്താവേ. ഞങ്ങളാകെ വിഷമിച്ചിരിക്കുകയാണ്. എന്നാൽ നീ വെളിച്ചമാകുന്നു എന്ന് ഞങ്ങൾ ഈ വചനത്തിൽ നിന്ന് അറിയുന്നു. കർത്താവേ, ഞങ്ങളിൽ ശിഷ്ട ജീവിതം വെളിച്ചത്തിലായിരിക്കാൻ തക്കവണ്ണം ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. അടിയങ്ങൾ ഓരോരുത്തരും ചെയ്തു പോയിട്ടുള്ള, അറിഞ്ഞുകൊണ്ടും അറിയാതെയും ചെയ്തുള്ള സർവ്വപാപങ്ങളും ക്ഷമിച്ച് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും വെളിച്ചത്തിൻ്റെയും നല്ല ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. സകല അന്ധകാര ശക്തികളിൽ നിന്ന് വിടുതൽ നൽകി എന്നിട്ട് സ്നേഹത്തിൻ്റെ കർത്താവി പ്രത്യാശയുടെ ജീവിതം നയിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. അടിയങ്ങൾ ബലഹീനരും പാപികളും ദോഷികളുമാകുന്നു. അടിയങ്ങളോട് പൊറുക്കണമേ. അടിയങ്ങളെ കഴുകണമേ. അടിയങ്ങളെ ശുദ്ധീകരിക്കണമേ. നിന്റെ വെളിച്ചം കൊണ്ട് നിറയ്ക്കണമേ. ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. എത്ര വലിയ പ്രതിസന്ധികളായാലും കർത്താവേ, ഹൃദയ സമാധാനം കൊടുക്കണമേ. അവരുടെ ജീവിതത്തിൽ വെളിച്ചം നീ കൊടുക്കണമേ. അവരെ വഴി നീ കാണിച്ചു കൊടുക്കണമേ. അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇപ്പോൾ തന്നെ നീ കൊടുക്കണമേ കർത്താവേ. യാചിച്ചാൽ ഉപേക്ഷിക്കാത്തവനാണ് നീ. ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങളെ ഇത്രത്തോളം വഴി നടത്തിയതാണെന്ന് ഞങ്ങൾ അറിയുന്നു കർത്താവേ. ഇനിയുള്ള ജീവിതവും നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു കർത്താവേ. എല്ലാ ആവശ്യങ്ങളെയും എല്ലാ ആഗ്രഹങ്ങളെയും കർത്താവ് നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. നീ ഇറങ്ങി വന്ന് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം. എല്ലാം അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി യേശുവിൻ്റെ പുനർനാമത്തിൽ തന്നെ ആമേൻ. വചനം പ്രയോജനകരമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഷെയർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അനുഗ്രഹം കിട്ടും. താങ്ക് യു.